ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് നട്ടി ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സിനും ഒക്കെ കൊടുത്തു വിടാനും നല്ല യൂസ്ഫുള്ളാണ്. ഇതിന് വേണ്ടി അപ്പോൾ ഞാൻ 1/4 കപ്പ് പീനട്ട്സ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് പിസ്ത എടുത്തിട്ടുണ്ട്, അതും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ആൽമണ്ട്സ് എടുക്കുന്നുണ്ട്, അതും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് കാഷ്യൂസ് ആണ്, അതും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. എന്നിട്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം തീരെ ഫൈൻ പൗഡറൊന്നും ആവേണ്ട, ഇച്ചിരി തരികളുള്ളതാണ്. നമുക്ക് അത് കടിക്കാൻ കിട്ടുമ്പോഴാണ് കൂടുതലും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിച്ചത്. ഇവിടെ ഇപ്പോൾ ഇച്ചിരി ഒരു ഫൈൻ പൗഡർ പോലെ ആയി. അപ്പോൾ ഇത്രയും ഫൈൻ പൗഡർ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു 2 സ്പൂൺ ഞാൻ മാറ്റി വെച്ചു, ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ്. ഇവിടെ ഞാൻ ഒന്നിച്ച് പൊടിക്കാതെ 2ആയിട്ടാണ് പൊടിച്ചത്. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് ഇട്ടപ്പോഴത്തേക്ക് ഒരു നുള്ള് സിന്നമൺ പൗഡർ ചേർക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് കുറച്ച് മധുരവും പിന്നെ അതുപോലെ നമുക്ക് റോളാക്കി എടുക്കാനും ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 5-6 ടീസ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്കൊരു ഉണ്ടയാക്കി എടുക്കാൻ പാകത്തിന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. ഇതെല്ലാം ഇനി നമുക്ക് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 100 ഗ്രാംസ് ചോക്ലേറ്റ്, ഞാനിപ്പോൾ ഇവിടെ മിൽക്കും വൈറ്റും ഡാർക്കും മിക്സ് ചെയ്താണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഞാൻ മൈക്രോവേവിൽ 20 സെക്കൻഡ്സ് ഈച്ച് ഒരു 3 പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ മെൽറ്റായി കിട്ടി. അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലെങ്കിലും മെൽറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഓരോ ഉണ്ട എടുത്ത് നമുക്ക് ആ ചോക്ലേറ്റിലൊന്ന് റോൾ ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം. ഇവിടെ അപ്പോൾ ഓരോ ബോൾ കോട്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നട്ട്സ് പൗഡർ ഗാർണിഷ് ചെയ്യാനായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ആ ചോക്ലേറ്റും ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ നട്ട്സ് പൗഡർ ഒട്ടിപ്പിടിച്ചിരിക്കില്ല. അപ്പോൾ അത് ഇവിടെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ചോക്ലേറ്റ് നട്ടി ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ പറഞ്ഞാൽ ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.